എന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പ്രിൻസിപ്പിന്റെ ഇന്നത്തെ രാജസാഹിത്യ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമസ്കാരം രാജ. ചേട്ടാ എന്തെങ്കിലും വിശേഷം എഴുതിയിട്ടുണ്ടല്ലോ? തമിഴ്നാട്ടിൽ പോയിട്ടുള്ള ഫിലിം ചെയ്തായിരുന്നു. ഇവിടെ കിട്ടിയ ഇടിയൊന്നും പോരെ? അവിടെ നല്ല സൂപ്പർ തമിഴന്മാർ ഇടികൊള്ളുന്ന കാതലൻ ഞാരടി എന്ന് പറഞ്ഞൊരു സിനിമയില് വില്ലനെ കൊല്ലാൻ നടക്കുന്ന മറ്റൊരു വില്ലൻ. അപ്പൊ എവിടെ ചെന്നാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വില്ലൻ യഥാർത്ഥ വില്ലനാണെന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ അതിനകത്ത് പിൻവാങ്ങും. നായികയെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കാതലൻ ഞാരടി എന്ന് പറഞ്ഞ തമിഴ് പടത്തിൽ ചേട്ടൻ അഭിനയിച്ചു വരികയാണ്. പാട്ടും പാടി അതിന് പാട്ടും പാടി കഴിഞ്ഞിരിക്കുന്നു. ആരാണ് സംഗീത സംവിധായകൻ? അശ്വൻ ജോൺ എന്ന് പറഞ്ഞിട്ട്. ഇല്ല അറിയില്ല. കൊച്ചു റഹ്മാനാണ്, ഒരു കൊച്ചു റഹ്മാനാണ്. അത് ശരി ശരി. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം ചേട്ടാ. എന്തായാലും ഇവിടെ ചേട്ടന് കഴിവിനെ അർഹിച്ച ഒരു അംഗീകാരം മലയാള സിനിമയിൽ ചേട്ടന് മലയാളത്തിൽ പടങ്ങൾ വേറെ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ചെയ്തു കഴിഞ്ഞത് നവാഗതർക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ജയകൃഷ്ണൻ കാരണവർ, കലവൂർ രവി. ജയകൃഷ്ണൻ കാരണവരെ അങ്ങനെ കലവൂർ രവികുമാർ സാറിന്റെ സ്ക്രിപ്റ്റ്. അപ്പൊ നമ്മുടെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ട് പടം ചെയ്തിരുന്നില്ല ചേട്ടാ നമ്മുടെ ഫസ്റ്റ് നിങ്ങളെ അപരന്മാർ നഗരത്തില്. അതിനുശേഷം അപ്പൊ ജയനായിട്ട് വന്ന ഒരു പ്രധാന വരവ്. പിന്നെ അതിൽ നിന്ന് ദീദി ഞാനെത്തി. ഇതൊക്കെ സ്റ്റേജുകളിലൂടെ ഇങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നു. അപ്പൊ ജയൻ നമ്മുടെ അതായത് അദ്ദേഹം ഒരിക്കലും മരിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും മരിക്കുന്നില്ല. ഒരു പക്ഷെ നിങ്ങൾ അദ്ദേഹത്തെ മിമിക്രിക്കാർ അദ്ദേഹത്തെ ഒരു ചെറിയൊരു കളിയാക്കുന്നത് പോലെ എടുത്തെങ്കിലും പക്ഷെ അദ്ദേഹത്തെ വീണ്ടും അതിലൂടെ നമ്മള് ജീവിക്കുകയായിരുന്നു, പുനർജന്മം കൊടുക്കുകയായിരുന്നു അല്ലെ? അതുകൊണ്ട് നമ്മുടെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് തന്നു നമ്മുടെ ആ ജയൻ ചേട്ടന് വേണ്ടി. പാട്ടോ ഡാൻസ്, പാട്ടിലൂടെയുള്ള ഒരു ഡാൻസ് ആയിരിക്കും പ്രേക്ഷകരെ ചേട്ടൻ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഡാൻസിലൂടെ വന്ന അഭിനയമാണ് ചേട്ടൻ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ തിരിച്ചു വരില്ല എന്ന് നീ കരുതി അല്ലേടാ ജഗു. നീ എന്താ പറഞ്ഞത്? എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെന്നോ? രണ്ടാമത്തെ നിലയിൽ നിന്ന് ഒറ്റ ചവിട്ടിന് താഴെയിട്ടാണ് എന്റെ അച്ഛനോട് ഞാൻ എന്റെ സ്നേഹം പ്രകടിപ്പിച്ചത്. കസ്തൂരി മാൻമിഴി മലർശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. ലാ 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 ലാ. എന്റെ കാര്യം പറയുമ്പോൾ ജോസ് പ്രകാശിനെയൊക്കെ നമുക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത. അതാണ്, അതായത് നിന്റെ മമ്മിയെ ഞാൻ മുതലകുളത്തിൽ എറിയും. അതെ, ഇപ്പൊ ആ പണ്ട് ശരിക്കും ജോസ് പ്രകാശ് പുള്ളിയെ കേട്ടിരുന്ന ഉടുപ്പാ ഇപ്പൊ റിമീറ്റിരിക്കുന്നത്. അപ്പൊ പിന്നെ ചേട്ടന്റെ വലിയ പ്രത്യേകത സാധാരണ മിമിക്രിക്കാരിൽ നിന്നും വളരെ തികച്ചും വ്യത്യസ്തമായിട്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജാസാഹിബ് ചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാല് പാട്ട് പാടാൻ പറ്റുക. അതിപ്പോ ഓൾറെഡി തമിഴ് സിനിമയിൽ വരെ പാടി, മലയാളത്തിൽ പാടണ്ട കേട്ടോ. ഓക്കെ, നമ്മള് തമ്മിൽ അറിയാലോ, പൂരം ഉടക്കാറ് ഞങ്ങൾ തമ്മിൽ ഒരിടയ്ക്ക്. കാരണം ഒരു ഈ സിനിമയിലല്ലോ അല്ലാണ്ട് ഏത് പരിപാടി കിട്ടിയാലും പൈസ തട്ടുകടയിലോ സഫാരി എന്റെ പ്രോഗ്രാം ചെയ്തൊരു സമയത്ത് എപ്പോ നോക്കിയാലും എന്നെ അനുകരിക്കാനേ ഒരു പ്രാവശ്യം അല്ല. അതും എന്താ പറയാ, ഞാൻ ഇന്നേ വരെ ഇങ്ങനത്തെ ടീഷർട്ടൊക്കെ ഇട്ടിട്ടിരുന്നല്ലോ. എവിടെ കിട്ടാത്ത ശരീരത്തിൽ ഇണങ്ങാത്ത ഒരു ടീഷർട്ടൊക്കെ ഇട്ട് അലുമിനിയൊക്കെ വേറെ കോലത്തിലേക്ക് ആക്കി ഞാൻ വെച്ചിട്ട് ചേട്ടാ ചെയ്തിടൊക്കെ കൊള്ളാം. ചേട്ടാ മര്യാദക്ക് എന്നെ അനുകരിച്ചാൽ എന്താ ചേട്ടൻ എന്താ കുഴപ്പം? ഞാനേ സത്യത്തിൽ അന്ന് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇന്ന് റിമി ടോമി ചെയ്യണം. ഞാൻ റിമി അതിന് തന്നെ ഞാൻ കണ്ടുപരിചയം. ഞാൻ എന്തെയ്യാന്നറിയോ, ഒരു SMS അയക്കുന്നതിന്റെ കൂട്ടത്തിൽ ഓണത്തിനുള്ള SMS അയക്കുമ്പോ എല്ലാവർക്കും അങ്ങോട്ട് ഒറ്റ ഫോർവേഡ് അടി അയക്കും. അപ്പൊ ഒരു 1000 പേർക്കുണ്ടെങ്കിൽ 1000 പേർക്ക് ആ കൂട്ടത്തിൽ അറിയാണ്ട് ഒരു ദിവസം ചേട്ടന് ഒന്ന് അയച്ചു പോയി ഓണത്തിന്റെ SMS. അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. ചേട്ടനെ ഞാൻ വിളിച്ചു, ചേട്ടാ സോറി കേട്ടോ, ഒരു മെസ്സേജ് അറിയാണ്ട് തെറ്റി വന്നതാ, അതുകൊണ്ട് ആ പിണക്കം അതേപടി അവിടെ തിപ്പുണ്ട്, കൂട്ടുകാരായതൊന്നും. പക്ഷെ ചേട്ടൻ അറിയായിരുന്നു ഞാനിതൊക്കെ വെറുതെ പറയുന്നതാണ്, എന്റെ മനസ്സിലൊന്നും ഞാൻ വെക്കാറില്ല അങ്ങനെ പറയുന്നത്. ഏതൊക്കെ സ്റ്റേജില് ചേട്ടൻ തന്നെ പറയാറുണ്ട് ഈ ടിവിയിൽ ഇപ്പൊ അനുകരിച്ചു കഴിഞ്ഞിട്ട് സാധാരണ ചെയ്യുന്നത് MG ശ്രീകുമാർ, ദീദി, പിന്നെ ഞാൻ എന്നൊക്കെ ചോദിക്കാറുണ്ട് സ്റ്റേജിൽ എന്ന് പറയാം. അപ്പൊ എന്തായാലും ഒരു എന്റെ മുന്നിൽ തന്നെ വെച്ചിട്ട് ഞാനത് കാണും. പണ്ടത്തെ പ്രോഗ്രാം സഫാരി.
ഹലോ. ഹലോ, റീമി ചോമിയാണോ? ആട്ടാ. ഞാന് മോളെ ഇത് ചേർത്തലേന്ന് വിളിക്കുക. എന്നാണ് നമ്മുടെ വിശേഷം? സുഖമാണോ? സുഖമായിരിക്കുന്നു മോളെ. അമ്മയ്ക്ക് അവിടെ സുഖമാണോ? ആ സുഖമായിരിക്കുന്നു. എന്നാണ്ട് കറിയൊക്കെ വെച്ചോ? കറിയൊക്കെ വെച്ചു. നിന്റെ പരിപാടിയൊക്കെ കാണാറുണ്ട് കേട്ടാ. എന്നെ ഭയങ്കര ഇഷ്ടമാണോ? ആ കുഴപ്പമില്ല. ശരി, താങ്ക് യു. ഞാൻ പ്രാർത്ഥിക്കാട്ടോ. ആവശ്യമൊന്നുമില്ല. ഓക്കെ ഏട്ടാ, ഒത്തിരി സന്തോഷം.